ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കും ഇനി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എന്തൊക്കെയാണ് നമുക്ക് രജിസ്ട്രേഷന് വേണ്ടത്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രജിസ്ട്രേഷന് നമ്മളെ ഓഗസ്റ്റ് 15 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നോർമലി ഇതിന് ശേഷം ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാവരും എന്താണെങ്കിലും ഈ ഓഗസ്റ്റ് 15 മുന്നേ ലാസ്റ്റ് ഡേറ്റിലോട്ട് എന്തായാലും വെക്കരുത്. 14 മുന്നേ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ഡേറ്റിലോട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ചെയ്യും, പേയ്മെൻറ്റ് ആവില്ല, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റിലോട്ട് ആരും വെക്കരുത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡ്മിഷനും കാര്യങ്ങളും എടുക്കണം. ഇനി അഡ്മിഷൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ SLC ബുക്ക് വേണം, +2 സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡിൻ്റെ 2 സൈഡും വേണം, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ അതിൻ്റെ ഫോട്ടോ വേണം. ദെൻ നമുക്ക് വേണ്ടത് ഒരു ID ക്രിയേറ്റ് ചെയ്യാനുണ്ട്. DB ID എന്ന് പറയുന്ന ഒരു ID ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങളാണ് ഡിഗ്രി ചെയ്യുന്നവർക്ക് വേണ്ടത്. ഇനി PG ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ SLC, +2, ആധാർ കാർഡ്, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ഇമെയിൽ ID, ഫോൺ നമ്പർ. ഇതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് നിങ്ങളുടെ ഡിഗ്രീൻ്റെ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡ്, ഗ്രേഡൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡില്ല, ആ ഗ്രേഡ് കാർഡും. ദെൻ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഗ്നോ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, രജിസ്റ്റർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞാൻ താഴെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.